രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് സമയത്ത് കോടിക്കണക്കിന് രൂപ ഒഴുക്കുന്നതും പ്രചരണ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നതും നമ്മുടെ രാജ്യത്ത് പുതിയൊരു സംഭവമേ അല്ല. എന്നാൽ അങ്ങനെ ചെലവഴിച്ചു എന്ന് പറയുന്ന കോടാനുകോടി രൂപയുടെ കൃത്യമായ കണക്കുകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിന് മാത്രം ഉത്തരമുണ്ടാകുന്നില്ല. ആർക്കൊക്കെയാണ് ഈ പണം നൽകിയത്, ഏതെല്ലാം വഴികളിലൂടെയാണ് ഈ പണം ചെലവഴിച്ചിട്ടുള്ളത്? ഈ നിർണായക ചോദ്യങ്ങൾക്ക് കൃത്യമായൊരു മറുപടി നൽകാൻ പാർട്ടിയുടെ നേതൃത്വത്തിന് സാധിക്കുന്നില്ല എങ്കിൽ അത് വെറുമൊരു സാമ്പത്തിക ആരോപണം മാത്രമായി ഒതുങ്ങുന്നതോ തള്ളിക്കളയാൻ പറ്റുന്നതോ അല്ല. മറിച്ച് അത് ആ പാർട്ടിയെ രാഷ്ട്രീയമായും ജനാധിപത്യപരമായും വലിയൊരു ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിർത്തുമ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. നിലവിൽ കേരളത്തിലെ BJP കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുന്നതും, അതായത് കടുത്ത രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നതും, പാർട്ടി അണികളെ പോലും വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നതും അത്തരമൊരു വൻ തിരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം കൂടിയാണ്. നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലം കൃത്യമായി ഒന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുകളുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അഴിമതി ആരോപണങ്ങൾ പുകഞ്ഞു തുടങ്ങിയത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിന് കൈമാറിയ വൻ തുകയിൽ വലിയൊരു പങ്കിന് കൃത്യമായ കണക്കുകളില്ല എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്ന പ്രധാന ആരോപണം. ഏകദേശം 12 കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് യാതൊരുവിധ കണക്കുകളുമില്ല എന്ന് വാർത്തകൾ ജൂലൈ മാസത്തോടെ പുറത്തു വന്നതോടെ BJP സംസ്ഥാന നേതൃത്വത്തിൽ വിഷയം കനത്ത ചൂടായി മാറുകയും വലിയ ചർച്ചയാവുകയും ചെയ്തു. സംഭവത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് പാർട്ടി തലത്തിൽ തന്നെ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയും ആരോപണ വിധേയരായ ചില പ്രവർത്തകർക്കെതിരെ പ്രാഥമിക അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ അവിടെയൊന്നും വിവാദങ്ങൾ അവസാനിക്കാൻ തയ്യാറായിരുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ ആരോപണങ്ങളും പുതിയ വിവാദങ്ങളും പുറത്തു വന്നുകൊണ്ടേയിരുന്നു. ഇനി നമുക്ക് ഏറ്റവും ശ്രദ്ധേയവും ഞെട്ടിക്കുന്നതുമായ മറ്റ് ആരോപണം അതുകൂടി സംസാരിക്കേണ്ടതുണ്ട്. പ്രചാരണ സാമഗ്രികൾ വാങ്ങിയതിലും വൻ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പാർട്ടിക്കുള്ളിലെ ഒരു ആഭ്യന്തര കത്തിൽ 1.62 കോടി രൂപയുടെ പ്രചരണ സാമഗ്രികൾ വാങ്ങിയതിൽ വലിയ തട്ടിപ്പ് നടന്നതായി ചൂണ്ടിക്കാണിച്ചിരുന്നു. കേന്ദ്ര BJP മണ്ഡലങ്ങളിലേക്ക്, അതായത് കേന്ദ്രം BJP മണ്ഡലങ്ങളിലേക്ക് സൗജന്യമായി അയച്ചു കൊടുത്ത പാർട്ടി കൊടികൾ പോലും പണം വാങ്ങിയാണ് താഴെത്തട്ടിലേക്ക് നൽകിയതെന്നുള്ള വെളിപ്പെടുത്തൽ അണികളെയും നേതാക്കളെയും ഒരുപോലെ ഞെട്ടിച്ചു. ഇതിനെല്ലാം പുറമെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ GST നമ്പർ അനധികൃതമായി ദുരുപയോഗം ചെയ്ത് 3.25 ലക്ഷം രൂപയുടെ വ്യാജ ബില്ലുകൾ തയ്യാറാക്കിയെന്ന വെളിപ്പെടുത്തലോടെ BJP നേതാവ് പോലീസിനെ സമീപിച്ചതോടെയാണ് റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത്. അതായത് ഈ ഫണ്ട് വിവാദം വെറുമൊരു തുകയുടെ കണക്കില്ലായ്മയിൽ നിന്നും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നതാണ്. സാമഗ്രികൾ വാങ്ങിയത് മുതൽ പണം കൈമാറിയ രീതികൾ വരെ വലിയ നിഗൂഢതകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് തൃശ്ശൂരിൽ നിന്നും പുറത്തു വന്ന വാർത്തകൾ രാഷ്ട്രീയ കേരളത്തെ ഒന്നാകെ പിടിച്ചുലച്ചിരിക്കുന്നത്. BJPയുടെ മുൻ ഓഫീസ് സെക്രട്ടറി P. അക്ഷയ് നടത്തിയ വെളിപ്പെടുത്തലുകളായിരുന്നു ഇതിനുള്ള പ്രധാന കാരണം. തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂരിലെ പാർട്ടി ഓഫീസിലേക്ക് 17 ചാക്കുകളായി വൻ തുക എത്തിച്ചേർന്നെന്നും ഇതിന്റെ ആകെ മൂല്യം ഏകദേശം 25 കോടിയോളം വരുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നത്. ഈ പണം എവിടെ നിന്ന് വന്നു, ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്, ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് ചെലവഴിച്ചത്, ഇതിലൊന്നും യാതൊരുവിധ വ്യക്തതയുമില്ലെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. ഈ ആരോപണങ്ങളെ തൃശ്ശൂർ ജില്ലാ നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. പുറത്താക്കപ്പെട്ട ഒരു മുൻ ജീവനക്കാരൻ പ്രതികാര ബുദ്ധിയോടെ നടത്തുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാത്രമാണിതെന്നാണ് നേതൃത്വത്തിന്റെ വാദം. അതിനാൽ തന്നെ അന്തിമമായി എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അന്വേഷണ ഏജൻസികളും രേഖകളും തന്നെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. വിവാദങ്ങൾ അവിടെ കൊണ്ടും അവസാനിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ മുതിർന്നൊരു BJP നേതാവുമായി ബന്ധപ്പെട്ട് 30 ലക്ഷത്തിലധികം രൂപയുടെ ബാങ്ക് വായ്പ ഒറ്റത്തവണയായി അടച്ചുതീർത്ത സംഭവം വലിയ സംശയങ്ങൾക്ക് വഴിവെച്ചു. ഇത്രയും വലിയൊരു തുക ഒറ്റയടിക്ക് അടച്ചു തീർക്കാൻ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ് ലഭിച്ചതെന്നുള്ള ചോദ്യം ഇതിന്റെ പരാതികൾ ഉയർന്നതോടെ പാർട്ടിയുടെ വരവ് ചെലവ് കണക്കുകൾ പൂർണ്ണമായും പരിശോധിക്കണമെന്ന ആവശ്യവും ശക്തമായി. ഈ വിവാദത്തിൽ BJP നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടാണ് കൂടുതൽ ചർച്ചയാകുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഫണ്ട് തട്ടിപ്പ് നടന്നുവെന്ന വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. പാർട്ടി തലത്തിൽ നടത്തിയ പരിശോധനകളിൽ യാതൊരുവിധ സാമ്പത്തിക ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടില്ലെന്ന നിലപാടിലാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. എന്നാൽ ഇവിടെയാണ് വൈരുദ്ധ്യങ്ങൾ ഉയർന്നു വരുന്നത്. ഒരു വശത്ത് ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ തന്നെ പറയുമ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയും അന്വേഷണ കമ്മീഷനെ വെക്കുകയും ചെയ്തതായ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരുകയാണ്, സാമ്പത്തിക തിരിമറി നടന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ അച്ചടക്ക നടപടികൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത്. അതേസമയം തന്നെ അച്ചടക്ക നടപടി എടുത്തു എന്നതുകൊണ്ട് മാത്രം സാമ്പത്തിക കുറ്റം തെളിഞ്ഞു എന്ന് പറയാനും കഴിയില്ല. അതിനാൽ തന്നെ രാഷ്ട്രീയപരമായ ആരോപണങ്ങളും തെളിയിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടത് കൂടിയുണ്ട്. ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങളും നോക്കേണ്ടതാണ്. ഓഗസ്റ്റ് 14 പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം BJP നിയമിച്ച ആഭ്യന്തര അന്വേഷണ സമിതി പാർട്ടിയിൽ ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടില്ലെന്നും ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയാണെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ
പാർട്ടി ഓഫീസിലെ രേഖകൾ ചോർന്ന സംഭവത്തിൽ ഒരു ഓഫീസ് അസിസ്റ്റന്റിനെ പുറത്താക്കുകയും ചെയ്തിരുന്നു. പണം തിരിമറി നടത്തിയെന്ന ചോദ്യത്തിനൊപ്പം പാർട്ടിയുടെ അതീവ രഹസ്യമായ രേഖകൾ എങ്ങനെ പുറത്തുപോയി എന്നുള്ള ചോദ്യവും ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. വിഷയത്തിൽ BJPക്കുള്ളിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് യഥാർത്ഥ വസ്തുത കൂടിയാണ്. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ആരോപണങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുമുണ്ട്. പൂർണ്ണമായ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർ ആരായിരുന്നാലും അവർക്കെതിരെ കർശന നടപടി വേണമെന്നുമാണ് ഇവരുടെ നിലപാട്. എന്നാൽ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ജനറൽ സെക്രട്ടറി S സുരേഷിനെതിരായ ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി 3 സീറ്റുകൾ നേടി വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ച സാഹചര്യത്തിലാണ് BJPയെ പ്രതിരോധത്തിലാക്കി ഈ സാമ്പത്തിക ആരോപണങ്ങളെല്ലാം ഉയർന്നു വരുന്നത്. സംഘടനാ വളർച്ചയുടെ ഈ നിർണായക ഘട്ടത്തിൽ ഫണ്ട് തിരിമറി ആരോപണങ്ങൾ ഉയർന്നത് പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ചു ചെല്ലുന്ന ഒരു പാർട്ടി തങ്ങളുടെ സാങ്കേതികമായ അല്ലെങ്കിൽ സാമ്പത്തികമായ സുതാര്യത ഉറപ്പുവരുത്താൻ ബാധ്യസ്ഥർ കൂടിയാണ്. ഇതിനിടയിലാണ് പാർട്ടിയെ കൂടുതൽ ഞെട്ടിച്ചുകൊണ്ട് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രമുഖ നടനുമായ ദേവന്റെ അപ്രതീക്ഷിത രാജ്യപ്രഖ്യാപനം കൂടി ഉണ്ടാകുന്നത്. കണിച്ചുംകുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന ഒരു ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായത്. BJPക്ക് വേണ്ടി വളരെ അഗ്രസീവായി പ്രവർത്തിച്ച ആളാണ് താനെന്നും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിന് എൻ്റെ സംഭാവന വലുതായിരുന്നുവെന്നും അദ്ദേഹം സമ്മതിക്കുമെന്നും ഇത് പറയുകയും ചെയ്തു. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ജയത്തിന് എന്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കും. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഞാൻ വന്നു. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അവരുടെ കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതുപോലെ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂർ ഞാൻ പ്രവർത്തിച്ചു. കാരണം എന്റെ ലൈൻ, ഞാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളും ആശയങ്ങളും പ്രോഗ്രാംസും അടങ്ങുന്ന ഒരു രാഷ്ട്രീയം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 5 വർഷം ഞാൻ ഈ കേരള BJPയിൽ വർക്ക് ചെയ്തതിനു ശേഷം അത് എനിക്ക് സാധിച്ചില്ല. എന്റെ ലൈൻ വേറെയാണെന്ന് എനിക്ക് തോന്നി, ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ചില തീരുമാനങ്ങൾ എടുത്തു. അത് ഇന്നലെ ഞാൻ കിട്ടുന്ന ഇൻട്രോസ്പെക്ഷൻ, ആത്മപരിശോധനയിൽ ഞാനൊരു തീരുമാനം, അത് ഞാൻ ഈ വേദി തന്നെ വേണമെന്ന് തീരുമാനിച്ചത് ഇവിടെ ഇരുന്നതിന് ശേഷമാണ്. ഞാൻ തീരുമാനിച്ചു, ഇതാണ് ആ വേദി. അമ്മയുടെ സാന്നിധ്യത്തിൽ, മഹനീയമായ ഇവിടെ ഇരിക്കുന്ന മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ, ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. എന്നാൽ താൻ ആഗ്രഹിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളും ആശയങ്ങളും അടങ്ങുന്ന രാഷ്ട്രീയമാണെന്നും കഴിഞ്ഞ 5 വർഷമായി BJPയിൽ അത് കാണാൻ സാധിച്ചില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. തൻ്റെ ലൈൻ ഇതല്ല എന്നും അത് മനസ്സിലായതുകൊണ്ടാണ് മാസങ്ങൾക്ക് മുമ്പ് എടുത്ത തീരുമാനപ്രകാരം വൈസ് പ്രസിഡന്റ് സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള കത്ത് നൽകുകയാണെന്നുമാണ് ദേവൻ തുറന്നടിച്ചത്. ഈ ജനങ്ങളുമായിട്ടുള്ള ഒരു സമ്പർക്കം നമ്മുടെ BJPക്ക് അന്നും ഇന്നും ഇല്ല. മനസ്സിലായില്ലേ? ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് നിൽക്കുകയാണ്. ജനങ്ങളുടെ ഉള്ളിൽ ഒരു ഭീതി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പറയാനും ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖരനുമായിട്ടുള്ള കോണ്ടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല. ഫോൺ ചെയ്താൽ എടുക്കില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭം. അപ്പോൾ എനിക്ക് എൻ്റെ പരാതി ഞാൻ ആരോട് പറയും എന്നുള്ളത് വലിയൊരു പ്രശ്നമായി പോയി. അപ്പോൾ എൻ്റെ എന്തെങ്കിലും സ്വാധീനം ഉണ്ടെങ്കിൽ, എൻ്റെ സ്വാധീനം കൊണ്ട് എന്തെങ്കിലും 1-2 വോട്ട് കിട്ടുകയാണെങ്കിൽ അത് BJPക്ക് വലിയ ഗുണം ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ട് അവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഉപയോഗിക്കാതെ എന്നെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. അവിടെയാണ് എൻ്റെ ഒരു വിഷമം. ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും അന്വേഷണ റിപ്പോർട്ടുകളും ഒക്കെയായി കേരള BJP വലിയൊരു രാഷ്ട്രീയ പ്രക്ഷുബ്ധമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. കേവലം ഒരു ആഭ്യന്തര അന്വേഷണം കൊണ്ട് മാത്രം തീരുന്നതല്ല ഈ വിഷയങ്ങളെല്ലാം. പോലീസ് അന്വേഷണമോ സ്വതന്ത്ര ഓഡിറ്റോ വേണമെന്ന ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. സുതാര്യത ഉറപ്പുവരുത്താൻ രേഖകളിലൂടെയുള്ള അന്വേഷണം അത്യാവശ്യമായി മാറിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് പുതിയ തെളിവുകളെന്ന് പുറത്തു വരുന്നതെന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ ആലോചിക്കണം, ഇവിടെ BJPക്ക് വേണ്ടി നിരന്തരം സംസാരിച്ചവർ, അത് പ്രമുഖ നടന്മാരുൾപ്പെടെയുള്ളവരെല്ലാം ഇപ്പോഴിതാ പാർട്ടി വിട്ട് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ദേവൻ പറയുന്നത് എനിക്കൊരിക്കലും ചേർന്ന പാർട്ടിയല്ല BJP എന്നാണ്. അതുപോലെ അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം എനിക്ക് NDA വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. റോബിൻ രാധാകൃഷ്ണനെതിരെ മറ്റൊരു വിഷയമുണ്ടാകുന്നു. അതും സാമ്പത്തികമായുള്ള പ്രശ്നങ്ങളാണ്. PC ജോർജ് വന്ന് ഇതിനേക്കാളും വലിയ ബ്ലണ്ടർ അടിച്ചു പോകുന്ന സാഹചര്യമുണ്ടെന്ന്. അങ്ങനെ BJP കൂനിൽമേൽ കുരുവായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതുകൂടാതെ
പണം അടിച്ചു മാറ്റൽ പാർട്ടി നേതൃത്വം തന്നെ ചെയ്തിരിക്കുന്നു എന്നുള്ള ഈ ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ എസ് സുരേഷ് അടക്കമുള്ള നേതാക്കൾക്കെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾ രാജീവ് ചന്ദ്രശേഖർ കണ്ടില്ല എന്ന് നടിക്കുന്ന ആക്ഷേപങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെ BJP സംസ്ഥാന ഘടകത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ഇനി എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.